ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മീനാക്ഷി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിന് എന്താണ് സംഭവിച്ചതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് മാർച്ച് 16, 2012 മുംബൈയിലാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്ന് ഒരാൾ തന്നെ ഓടി വരികയാണ്. എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ സഹോദരിയെ ആൾക്കാർ കടത്തിക്കൊണ്ടുപോയി, അവരുണ്ടെങ്കിൽ 1.5 കോടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചോദിക്കുന്നത് എത്ര ദിവസമായി കാണാതായിട്ട്. അപ്പോൾ പറഞ്ഞ് 2-3 ദിവസമായി. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണ് വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവർ തന്നെ പറഞ്ഞിരുന്നു പോലീസിൽ അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സഹോദരിയെ കൊന്നു കളയുന്നു, അതുകൊണ്ടാണ് ഞാൻ എത്ര നാൾ പറയാതിരുന്നത്. അപ്പോൾ ചോദിക്കുന്നത് പോലീസ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്താ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ മിലിറ്ററിയിലാണ്, അവർ 2-3 ദിവസം കൂടുമ്പോഴാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് എന്നപ്പോൾ കരയുന്നത് കണ്ട് കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോഴാണ് എൻ്റെ സഹോദരൻ പറഞ്ഞത് ഉടനെ തന്നെ പോലീസ് ഈ വിവരം അറിയിക്കുന്നു, അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന്. സോ അപ്പോഴത്തേക്ക് പോലീസ് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നത് ആരാണ്, എങ്ങനെയാണ് കടത്തിയെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പറയുന്നത് എൻ്റെ സഹോദരൻ ഉണ്ടെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ്സാണ്, അവളുടെ പേര് മീനാക്ഷി എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്നത്, ഞങ്ങൾ ഇവിടെ ഉള്ളതല്ല, ഉത്തർപ്രദേശാണ്. സോ ഇവിടെ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് അവൾ മുംബൈ വന്നത്. കുറേ 2-3 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്നത്തെയും പോലെ മാർച്ച് 12 അവളെ വിളിച്ചപ്പോൾ രാവിലെ ഫോൺ എടുത്തില്ല. അപ്പോൾ ഡൗട്ടായും, പക്ഷെ അവൾ വല്ല തിരക്കിലായിരിക്കുമെന്ന് പറഞ്ഞ് വിട്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ മാർച്ച് 14 ആയപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് അവളുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരികയാണ്. അപ്പോഴാണ് അത് കടത്തി ആൾ വിളിച്ചിട്ട് പൈസ ആവശ്യപ്പെട്ടത്. ഞങ്ങളതിൽ അത്ര വലിയ പൈസ കുടുംബമൊന്നും അല്ലാത്തതുകൊണ്ട് കൊടുക്കാനും പറ്റുന്നില്ല. സോ ഉടനെ തന്നെ പോലീസ് കണ്ടുപിടിക്കണമെന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തോടെ പോലീസ് മീനാക്ഷിയെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവൾ എവിടെ പോയി, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അവൾ ലാസ്റ്റ് അഭിനയിച്ച സെറ്റിലൊക്കെ ചെന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ അവരുടെ അടുത്ത് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ലാസ്റ്റ് അവർ കണ്ടത് വേറൊരു 2 പേരുടെ കൂടെ വണ്ടി കയറി പോയതാണെന്നാണ് പറയുന്നത്. അവരാരെ എന്തോന്നൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അമൃത് പ്രീതി എന്ന് 2 പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതവിടെ തന്നെ ഈ മീനാക്ഷിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കിയപ്പോൾ കാണാം അവസാനമായിട്ട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന അലഹബാദിൽ വെച്ചാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് മറ്റവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. സോ അപ്പോൾ മറ്റവർ 2 പേര് തന്നെയായിരിക്കും കടത്തിയെന്നുള്ളത് ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അവൾ എന്തിനാണ് ഒറ്റയ്ക്ക് അവിടെ പോയത്, വീട്ടുകാരെന്താ അറിയാൻ, അങ്ങനത്തെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതേ സമയത്തുണ്ട് ഈ പോലീസ് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവൾ മെൻഷൻ ചെയ്തിരുന്ന അവളത്തെ ഒരു ഓഡീഷനുണ്ട് നായികയ്ക്കുള്ള, അതിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതാണെന്നുള്ള വിവരം കിട്ടി. സോ ആ സമയത്തുണ്ടെങ്കിൽ വീട്ടുകാരും പറയുന്നുണ്ട് ഞാൻ ഒരു 60,000 രൂപ അവളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ മുംബൈ പോലീസ് അലഹാബാദ് പോലീസും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അക്കൗണ്ടിൽ നിന്ന് ആരെങ്കിലും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പൈസ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോലീസ് വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്താണ് 2 പേര് ഇതേ കണക്ക് വണ്ടിയെ വന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നത് ശ്രദ്ധയപ്പെടുന്നത്. അങ്ങനെ അവരെ പിന്തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മീനാക്ഷി എങ്ങനെ അറിയാം, അവർക്ക് എന്ത് സംഭവിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് അതിൽ അമിത് എന്ന് പറയുന്നത് ഡോക്ടറാണ്. അതോടെ തന്നെ ഈ സിനിമയിൽ ആക്ട് ചെയ്യണമെന്നുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെ സൈഡായിട്ട് ഈ ആക്ടിങ് ജോബും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ പ്രീതി എന്ന് പറഞ്ഞാൽ വേറൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു, ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേറൊരു സെറ്റ് ചെയ്തേ കണക്ക് സൈഡ് റോൾ അഭിനയിക്കാൻ വരുമ്പോഴാണ് മീനാക്ഷിയെ പരിചയപ്പെടുന്നത്. അതോടെ തന്നെ ഇവർ റിലേഷനിലാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പൈസ വേണം. ആ സമയത്ത് മീനാക്ഷി ഉണ്ടെങ്കിൽ തൻ്റെ ക്രെഡിറ്റ് കാർഡും വാലറ്റും ഒക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നത്. അങ്ങനെയാണ് ഇത് ഞങ്ങളുടെ കയ്യിൽ വന്നതെന്നാണ് പോലീസിൻ്റെ അടുത്ത് അവർ പറഞ്ഞത്. പക്ഷേ ഇത് പോലീസിന് കേട്ടപ്പോൾ വിശ്വാസമൊന്നും ആയില്ല. എത്ര പേരെ ഇതുപോലെ കണ്ടു കാണും കള്ളം പറയുന്നത്. സോ പോലീസ് തീരുമാനിക്കുകയാണ് അവരുടെ രീതിയിൽ അവർ എന്നെ ചോദ്യം ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ചോദ്യം ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ പ്രീതി സത്യം പറയാൻ തുടങ്ങുകയാണ്. ഞങ്ങളുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ആദ്യമേ ഫ്രണ്ട്സ് ആയിരുന്നു, അതിന് ശേഷം അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവൾ ഭയങ്കര രാജകുടുംബമാണ്, അവൾക്കിത് വന്ന് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ഇത് എൻ്റെ പാഷനായതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞ്. സോ ആ സമയത്തോടെ ഇവർ 2 പേരും തീരുമാനിക്കും അവളെ കടത്തിക്കൊണ്ട് പോയി വീട്ടുകാർക്ക് പൈസ ചോദിക്കാമെന്ന്. അല്ലാതെ ഇതേ കണക്ക് സാധാരണ രീതിയിൽ പോയി അവർക്ക് നല്ലോണം ജീവിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് അങ്ങനെ കടത്തിക്കൊണ്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് മീനാക്ഷി അടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞത്, ഒരു ഓഡീഷനുണ്ട് അലഹാബാദിൽ. സോ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്ത ഹീറോയിനായിട്ട് കിട്ടുമെന്ന്. അങ്ങനെയാണ് അവൾ ഞങ്ങളൂടെ വന്നത്. അങ്ങനെ ഞങ്ങൾ അവളൊരു ബംഗ്ലാവിൽ കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ അവളെ കെട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവളുടെ അമ്മയെ കോൾ ചെയ്യുന്നതും പൈസ ആവശ്യപ്പെട്ടത്. പക്ഷേ പെട്ടെന്ന് അവരുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അത്ര വലിയ പൈസയൊന്നുമില്ല, 60,000 ഒക്കെ ഉള്ളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ അവളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അത് ഞങ്ങൾ കൊണ്ടുപോയി പൈസ എടുക്കാൻ നോക്കിയപ്പോൾ അതിൽ 4,000 ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഇത് ഉടനെ തന്നെ ഞങ്ങൾ അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ രാജകുടുംബമൊന്നുമില്ല, അവൾ കള്ളം പറഞ്ഞതാണ്, ഞാൻ രാജകുടുംബമല്ല അല്ലെങ്കിൽ നോർമൽ ഫാമിലിയാണെന്ന് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര എന്നെ രീതിയിലൊന്നും ബഹുമാനിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞു. സോ ഇത് കേട്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതോടെ തന്നെ പറയുകയും ചെയ്തു ഇവളെ ഇനി വെളിയിൽ വിട്ട് ഇവൾ കാണിച്ച് കൊടുക്കുമെന്നുള്ള പേടിയുണ്ട് അവളെ കഴുത്തറുത്ത്
കഴുത്തറുത്ത് കൊന്നു. അതിന് ശേഷം കൊണ്ട് ഈ തലയുണ്ടെങ്കിൽ പോകുന്ന റോഡിൽ ഒരു ഹൈവേ ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു കാട് പോലെ ഉണ്ട്, അവിടെ തള്ളിയെന്നാണ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പോലീസ് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അത് കണക്ക് ആ തലയും കിട്ടി. അതോടെ തന്നെ ഇവരെ രണ്ടുപേർക്കും വേണ്ട ശിക്ഷയും പോലീസ് വാങ്ങിച്ചു കൊടുത്തു. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞൊരു കള്ളം കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് മാക്സിമം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടുന്നു അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ അടുത്ത വട്ടം വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനലിനകത്ത് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു.